ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മള് അടുത്ത കണ്ട ഫിലിം എന്ന് പറഞ്ഞാൽ തങ്കളൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ്. വിക്രത്തിന്റെ ഫിലിമാ തങ്കളൻ. പാരഞ്ജിത്തിന്റെ ഫിലിമാണ്. അറിയാം, നമ്മളെ സർപ്പാട്ടെ പരമ്പര പോലത്തുള്ള ഫിലിംസ് ഒക്കെ എടുത്ത പാരഞ്ജിത്തിന്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പുള്ളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിമുമാണ്. കുറെ നാളായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഫിലിമുമാണ്. കാരണം ഇതില് വിക്രം തന്നെ വിക്രമിന്റെ ഗെറ്റപ്പ് തന്നെ ഓൾറെഡി നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തൊരു ഫിലിമാണ്. പൊന്നിയിൻ സെൽവന്റെ ഓഡിയോ ലോഞ്ചില് വിക്രം മിക്ക 2 വർഷത്തെ ഓഡിയോ ലോഞ്ചിലും വിക്രം നല്ല താടിയൊക്കെ വളർത്തി പുള്ളിയുടെ ഫിസിക് തന്നെ ഒരു പ്രത്യേക രീതിയിൽ മെലിഞ്ഞ ആ രീതിയിലൊക്കെ ഉള്ള ഇതായിരുന്നു. ഇതിൽ ഈ ഫിലിമിന് വേണ്ടിയാണ് പുള്ളി അത് ഡെഡിക്കേറ്റ് ചെയ്തത്. ആഹ് വിക്രം മാത്രമല്ല, ഇതില് പാർവതി ഉണ്ട്. അപ്പോ അവരൊക്കെ മെയിനായിട്ട് ചെയ്ത ഒരു നല്ലൊരു ഫിലിമാണ്. ഫിലിം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഫിലിമിന്റെ ഒരു ഡ്യൂറേഷൻ ഒരു 2, 2.5 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. ആഹ് ക്ലാസ് ഫിലിമാണ് ആക്ച്വലി. ഇതിന് സ്റ്റോറി ബേസ്ഡ് ഒരു സംഭവമല്ല. ആക്ച്വലി ഇറ്റ്സ് എ ക്ലാസ് ഫിലിം. അപ്പൊ ഇതില് പെർഫോമൻസ് ആണ് ഇവര് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. പെർഫോമൻസും പിന്നെ ഇതിന്റെ ആ ഒരു പുള്ളിയൊരു മെസ്സേജ് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് തന്നെ ഈ ഫിലിം റിലീസ് ചെയ്തതിന് ഐ തിങ്ക് എനിക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു ഒരു നമുക്കൊരു ഫ്രീഡം, ആക്ച്വലി നമ്മുടെ ഫ്രീഡം, ആ ഒരു ഫൈറ്റ് ഫോർ ദ ഫ്രീഡം, ഫൈറ്റ് ഫോർ ദ പവർ എന്നൊരു കോൺസെപ്റ്റ് കാണിക്കുകയാണ്. ഈ കഥയിലൊരു ഇവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഈ വിക്രം ഉൾപ്പെടെ വരുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി. അവിടെ ഈ ഫോറിനേഴ്സും അവിടെ അവരുടെ ഒരു ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. തങ്കളൻ എന്ന ടേം വരുമ്പോ തന്നെ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ട്രെയിലറിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഫാക്ട് വരുന്നതാണ്. നല്ല രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിമാണ്. കുറെ സീൻസ് ഉണ്ട്. അതില് ചെറിയ രീതിയില് ന്യൂഡിറ്റി ആ രീതിയിലൊക്കെ വരുന്ന സീൻസ് ഉണ്ട്. എങ്കിലും അടിപൊളി ഫിലിമാണ്. അത് ഫിലിമിന് ഡിസർവ് ചെയ്യുന്ന കുറെ സീനുകളൊക്കെയാണ്. നല്ല റോ ആയിട്ടാണ് ഫിലിം എടുത്തിരിക്കുന്നത്. ഇത് ഡബ്ബിംഗ് അല്ല, അവിടെ സ്പോട്ട് ഡബ്ബിംഗ് ആണ്. സ്പോട്ടിൽ തന്നെ ഇവര് ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു വോയിസ് തന്നെയാണ് കേൾക്കുന്നത്. അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിമാണ്. ഇതൊരു എന്താ പറയണ്ടേ, ക്ലാസ് ഫിലിമാണ്. ഒരിക്കലും ഒരു മാസ് ആ ഒരു രീതിയിലുള്ള ഫിലിമല്ല. പക്ഷെ ഒരു രീതിയിലും ബോറടിപ്പിക്കാത്ത ഒരു ഫിലിമാണ്. എൻജോയബിൾ ആണ്. പക്ഷെ എന്താ പറയണ്ടേ, ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കുറച്ച് ക്ലാസ് രീതി കൂട്ടി ആ ഒരു സ്റ്റാൻഡേർഡിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വർത്ത് ഫിലിമാണ്. ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ഫിലിം. അടിപൊളി പടമാണ്. ക്ലാസ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. വിക്രമിന്റെ തന്നെ നല്ലൊരു പെർഫോമൻസ്, നല്ല ഡെഡിക്കേഷനും കാണാൻ പറ്റും. കാരണം സാധാരണ രീതിയിൽ ഒരു മസ്കുലർ ബോഡി അല്ല പുള്ളി ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. ബോഡി മാത്രമല്ല, പുള്ളിയുടെ അഭിനയവും ചെറിയ ചെറിയ മൈക്രോ എക്സ്പ്രഷൻസും എല്ലാം. അപ്പൊ എനിവേ ഇത് മസ്റ്റ് ആയിട്ട് തന്നെ കാണാൻ നോക്കുക. നല്ലൊരു ഫിലിമാണ്. തമിഴിൽ നിന്ന് റീസെന്റ്ലി വന്ന കുറച്ച് നല്ല ഫിലിംസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ്. പിന്നെ പാരഞ്ജിത്തിന്റെ ഫിലിം ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രോമിസിംഗ് കൂടെ ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. എനിവേ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. ഗോ ആൻഡ് വാച്ച്.